ചക്ക വെച്ചിട്ട് ഒരു എരിശ്ശേരി തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ളോഗ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ ചക്ക. അപ്പോൾ ചക്ക വെച്ചിട്ട് എങ്ങനെയാണ് വളരെ എളുപ്പത്തിലൊരു എരിശ്ശേരി തയ്യാറാക്കുന്നതെന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം. എരിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ച ചക്ക വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്ക എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചക്കയുടെ കുരും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ കുരു എളുപ്പത്തിൽ തൊലി കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു അരലിലിട്ടിട്ട് ഒന്ന് ചതച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ തൊലി ഒന്ന് വേർപ്പെടുത്തിയാൽ മതി. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. എരിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു നാളികേരത്തിൻ്റെ പകുതി ചിരവി എടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള 2 പച്ചമുളക് കൂടെ എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു 1/4 ടീസ്പൂണ് നല്ല ജീരകം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ വർഷക്കാലമല്ല, അതുകൊണ്ട് ഞാൻ ചക്കയിൽ വെള്ളം ഒഴിക്കുന്നില്ല. ചക്ക കഴുകിയിട്ട് വാർത്ത് വെച്ചതാണ്. പിന്നെ ചക്ക ഞാനൊരു പുതിയ കുക്കർ എടുത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 വിസിൽ വന്നാൽ തന്നെ മതിയാകും. ഇത് വേഗത്തിൽ തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ഇനി ചക്കയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിത് 2 വിസിൽ വരുന്നവരെ കാത്തിരിക്കാം. ഇപ്പോൾ 2 വിസിൽ തന്നെ വന്നിട്ടുള്ളൂ. നമ്മുടെ ചക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാൻ തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. ചക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എനിക്കിങ്ങനെ ചക്ക തയ്യാറാക്കി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ചക്കകളൊക്കെ നാശമായി പോവുകയാണെങ്കിൽ ഞാനൊരു ലേശം എടുത്തിട്ട് ഇതേപോലെ ചെയ്തതാണ്. ഈ ചക്ക വേവിച്ചെടുക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മുടെ ചക്ക നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും കൂടിയും പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ചക്കരിശ്ശേരി തയ്യാറാക്കാൻ അറിയാത്തവർ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതേ രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അറിയാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. ഇപ്പോൾ പുതിയ കുക്കറായതുകൊണ്ട് തന്നെ ചക്ക നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്.
ചക്കയുടെ കാലായിണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഇതേപോലെ തയ്യാറാക്കി എടുക്കലുണ്ട്. അപ്പോൾ അറിയാത്തവർ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ചക്ക ഉപ്പേരി വെച്ചിട്ട് കഴിക്കുന്നേക്കാളും എനിക്കിഷ്ടമുള്ളത് ഇതേ രീതിയിൽ തയ്യാറാക്കി എടുക്കലാണ്. നിങ്ങൾക്കെൻ്റെ ചക്കരിശ്ശേരിയുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.